ഉമ്മക്ക് ഒട്ടും വയ്യാതായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വിറ്റ് എൻ്റെ ഉമ്മ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ഇനിയിട്ട് വിൽക്കാനൊന്നുമില്ല. കുടുംബസ്വത്തിന്റെ ഭാഗം കഴിഞ്ഞപ്പോൾ കിടക്കാനൊരു കൊച്ചുമുറിയും സംവിധാനവും ബന്ധുക്കൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ് തീരെ അവശയായ വയോധികയെ കബളിപ്പിച്ചതായി മകൻ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇടവ ഗ്രാമപഞ്ചായത്തിലെ കാപ്പിൽ 2-ാം വാർഡിൽ മാങ്കുഴി യൂസുഫ് മൻസിലിൽ 75 വയസ്സുള്ള ബഷീറ ബീവിയാണ് ഈ ദുരവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഉമ്മയ്ക്ക് മധ്യവയസ്കനായ മകൻ റിസ മാത്രമാണ് മക്കളായി ഇനി അവശേഷിക്കുന്നത്. ഇന്ന് ഒരു സഹോദരിയുടെ കരുണ കൊണ്ട് മാത്രം ഭാഗം വെച്ച കുടുംബ വീട്ടിലെ തന്നെ ഇടിഞ്ഞ ഒരു മുറിയിലാണ് ഉമ്മയും മകനും താമസിക്കുന്നത്. കുടുംബസ്വത്ത് വീതം വെച്ച് എല്ലാവരും പിരിഞ്ഞപ്പോൾ വാക്കാൽ പറഞ്ഞത് വിശ്വസിച്ചു പോയി എന്നും മകൻ പറയുന്നു. കൂലിപ്പണിക്ക് പോകുന്ന മകനാണ് മാതാവിനെ സംരക്ഷിച്ചു വരുന്നത്. വസ്തു ഭാഗം വെക്കുന്ന സമയത്ത് ബന്ധുക്കൾ ഒരു ചെറിയ മുറിയും ശൗചാലയവും ഒരു ചെറിയ അടുക്കളയും വെച്ച് നൽകാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വസ്തു ഭാഗം വെക്കാൻ ഉമ്മ ഒപ്പിട്ട് നൽകിയതെന്നും മകൻ പറയുന്നു. അവസരം ഈ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. എൻ്റെ ഉമ്മയാണ് വയ്യാതെ ഇരിക്കുന്നത്. ഞാനും ഉമ്മായും മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ ഒരു കൊച്ചുമ്മാരും അനിയനെയും കൊച്ചാപ്പാരും കലർത്തിയാണ് ആ ഒരു റൂമിൽ കിടക്കുന്നത്. എൻ്റെ ഉമ്മായും 4 സഹോദരിമാരും ഒരു സഹോദരനും പതിന് പറ്റിയിട്ടാണ് ആ റൂമിൽ ഞങ്ങൾ കിടക്കുന്നത്. വീട് വെച്ച് ഒരു റൂമും ഒരു ചെറിയൊരു അടുക്കളയും ഒരു ബാത്റൂമും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അവസാനം കൈമാറി. ഇപ്പം നമ്മളെ അവസ്ഥ ഒരു എന്തിനായി ഇരിക്കുകയാണ്. എന്നെ മരിക്കുന്നവരെ എൻ്റെ തള്ള ഞാൻ നോക്കും. പഠിച്ചൊന്നൊരു വരി വെച്ച് നമുക്ക് കാണിച്ച് എടുത്ത് എൻ്റെ ഉമ്മയെ കൊണ്ട് ആശുപത്രിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാണുന്നവർ ആ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം. നമ്മുടെ കുടുംബക്കാരും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ ഉമ്മക്ക് ഒട്ടും വയ്യാതായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വിറ്റ് എൻ്റെ ഉമ്മ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ഇനിയിട്ട് വിൽക്കാനൊന്നുമില്ല. നിങ്ങളുടെ കുടുംബം? എൻ്റെ കുടുംബം ഒരു ഭാര്യ പിണങ്ങി നിൽക്കുകയാണ്. ഞാൻ രഘുനാഥാണ് പെണ്ണ് കെട്ടിയത്. വർക്കര രഘുനാഥ്, പാലച്ചിറ രഘുനാഥാണ് പെണ്ണ് കെട്ടിയത്. അവിടെ പിണങ്ങി നിൽക്കുകയാണ്. ഉമ്മ നോക്കാനായിട്ട് ഇവിടെ ഉമ്മയെ നോക്കാൻ അവൾ വഴിച്ചില്ല. നിങ്ങൾ ഉമ്മയെ നോക്കാനായിട്ട്? ഞാൻ ഉമ്മയെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഉമ്മയെ കാര്യം എല്ലാം നോക്കുന്നത് ഞാനാണ്. ഒരു പേരിൽ ഒരു വീടോ ചെറിയൊരു വീട് എത്തുമ്പോൾ ഒരു റൂമായാലും കുഴപ്പമില്ല. എന്നെ ഉമ്മായിട്ട് അവിടെ കിടക്കണം. അത് നിങ്ങളാ ഈ കാണുന്നവരെ ഒരു സഹായം നിങ്ങൾ ചെയ്യണം. എന്നാൽ വസ്തുക്കൾ എല്ലാവരുടെയും പേരിലേക്ക് മാറിയതിനു ശേഷം അവകാശപ്പെട്ട സ്ഥലം മാത്രം നൽകി പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവരെ കബളിപ്പിച്ചു എന്നാണ് മകൻ ആരോപിക്കുന്നത്. 30% മാത്രം കാഴ്ചയും നട്ടെല്ലിന് സുഖമില്ലാതെയും കാലിന് പരിക്കേറ്റ അവസ്ഥയിലുമായതിനാൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ വാർദ്ധക്യ സംബന്ധമായ അസ്വസ്ഥതകളും പേറി ഇടിഞ്ഞുകിടക്കുന്ന വീട്ടിലെ ഈ ഉമ്മയുടെ ഒറ്റമുറി ജീവിതം വളരെ ദയനീയമാണ്. ഒരു ദിവസം തന്നെ 5 പ്രാവശ്യമെങ്കിലും മലമൂത്ര വിസർജനാവസ്ഥയിൽ ഡയപ്പർ മാറേണ്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാം മകൻ ജോലിക്ക് പോകാതെ തന്നെ തൻ്റെ ഉത്തരവാദിത്തം ചെയ്തു വരുന്നു. സിമന്റ് ചുമടെടുത്ത് കൂലി വാങ്ങിയാണ് മകൻ്റെ ജീവിതം. ഒരുപാട് വരുമാനമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഉമ്മയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയെ നിർത്തി ആശുപത്രിയിൽ ചികിത്സിച്ച് സംരക്ഷിക്കാനും മറ്റും കഴിയാത്ത ഒരവസ്ഥയിലുമാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ മുറിയിൽ ഇനി എത്ര നാൾ എന്നറിയാതെ ഉമ്മയും മകനും പരിതാപകരമായ അവസ്ഥയിൽ തുടരുകയാണ്. സമീപവാസികളുടെ സഹായത്താലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്നത്. മാനുഷിക പരിഗണന നൽകി ഇവരുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ സുമനസ്സുകളുടെ ഇടപെടലുകളും സഹായവും ആവശ്യമാണ്. ഇവരെ ബന്ധപ്പെടേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. മീഡിയ ഓറഞ്ച് ന്യൂസ്, തിരുവനന്തപുരം.